നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പിണറായി സർക്കാരിന്റെ കഴിവുകേടിനെയും കെടുകാര്യസ്ഥതയും വിമർശിച്ച് KPCC പ്രസിഡന്റ് കെ സുധാകരൻ MP. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഒന്നാം തീയതി തന്നെ ശമ്പളം നൽകുമ്പോൾ സംസ്ഥാനത്തെ അധ്യാപകരെയും ജീവനക്കാരെയും പെൻഷൻകാരെയും പിച്ചച്ചട്ടി എടുക്കേണ്ട ഗതികേടിലെത്തിച്ചത് സർക്കാരിന്റെ കഴിവുകേടും കെടുകാര്യസ്ഥതയും മൂലമാണെന്ന് കെ സുധാകരൻ MP പറഞ്ഞു. യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ ഖജനാവിലെ പണം ദൂർത്തടിച്ചതിന്റെ പരിണിത ഫലമാണ് ഇപ്പോഴുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്നും 6 മാസത്തെ ക്ഷേമ പെൻഷൻ ഇപ്പോഴും കുടിശ്ശികയാണെന്നും 12 ലക്ഷത്തോളം വരുന്ന അധ്യാപകരും ജീവനക്കാർക്കും ശമ്പളം നൽകാൻ കഴിയുന്നില്ല, 6 ലക്ഷം വരുന്ന പെൻഷൻകാർക്ക് പെൻഷൻ മുടങ്ങി തുടങ്ങിയ ആരോപണങ്ങളാണ് ഇദ്ദേഹം ഉന്നയിച്ചത്. ജീവനക്കാരും അധ്യാപകരും പെൻഷൻകാരും അവരുടെ ആശ്രിതരും അടക്കം 50 ലക്ഷത്തോളം പേരെയാണ് സാമ്പത്തിക പ്രതിസന്ധി പ്രത്യക്ഷത്തിൽ ബാധിക്കുന്നത്. ശമ്പളവും പെൻഷനുമായി വിതരണം ചെയ്യുന്ന പണമാണ് പൊതുവിപണിയെ ചലനാത്മകമാക്കുന്നത്. ഇത് യഥാസമയം നൽകാൻ കഴിയാത്തതിനാൽ വിപണിയിൽ രൂക്ഷമായ പ്രതിസന്ധി ഉണ്ടാകും. ശമ്പളത്തിന്റെയും പെൻഷന്റെയും ഭൂരിപക്ഷവും സർക്കാർ ജീവനക്കാർ ചിലവഴിക്കുന്നത് സമ്പാദ്യത്തിനായി അല്ല, മറിച്ച് നിത്യച്ചെലവുകൾ നടത്തിക്കൊണ്ടു പോകാനാണെന്നും സുധാകരൻ ചൂണ്ടിക്കാട്ടി. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി പെൻഷൻകാർക്ക് മരുന്നും ചികിത്സയും നിഷേധിക്കപ്പെടുന്ന സാഹചര്യത്തിന് ഇടയാക്കി. പരീക്ഷ ആരംഭിക്കാനിരിക്കുന്ന ഈ സമയത്ത് അധ്യാപക സമൂഹത്തോടുള്ള കടുത്ത അനീതിയാണ് ശമ്പളം നൽകാത്തത്. അതിരൂക്ഷമായ വിലക്കയറ്റം നിലനിൽക്കുന്ന സംസ്ഥാനത്ത് വൈദ്യുതി കരവും വെള്ളക്കരവും ബസ് ചാർജും നിരവധി വട്ടം കുത്തനെ വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ ശമ്പളവും പെൻഷനും മുടങ്ങുന്നത് സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ജീവിതം ഇരുട്ടിലാക്കും. DA കുടിശ്ശികയും ശമ്പള പരിഷ്കരണ കുടിശ്ശികയും വിതരണം ചെയ്യുന്നതിലും ഗുരുതര വീഴ്ചയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളത്. കഴിഞ്ഞ 8 വർഷക്കാലമായി എല്ലാ അവകാശങ്ങളും നിഷേധിക്കപ്പെട്ടവരെന്ന നിലയിൽ വായ്പയെടുത്ത് മുന്നോട്ട് പോവുകയാണ് ഭൂരിപക്ഷം ജീവനക്കാരെന്നും സുധാകരൻ പറഞ്ഞു. 1 ലക്ഷത്തോളം വരുന്ന ക്ലാസ് 4 ജീവനക്കാർ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ നട്ടം തിരിയുകയാണ്. ഈ ശമ്പള വിതരണം മുടങ്ങിയത് ആശുപത്രികളുടെ പ്രവർത്തനം അവതാളത്തിലാക്കും. ക്രമസമാധാന പാലനത്തിന് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കൃത്യനിർവഹണം നടത്തുന്നതിന് പ്രതികൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കും. ഈ അസുദരിതാവസ്ഥ സംസ്ഥാനത്തെ സിവിൽ സർവീസിനെ സാരമായി ബാധിക്കും. അധ്യാപകരെയും ജീവനക്കാരെയും സർക്കാർ അവസരം കിട്ടുന്നിടത്തൊക്കെ അവഹേളിക്കുകയാണ്. ഭരണവിരുദ്ധ വികാരം ഇവരുടെ തലയിൽ കെട്ടിവെച്ച് തടിയൂരാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി കാരണം PSC വഴി നിയമനങ്ങൾ നടക്കുന്നില്ല. PSC റാങ്ക് ഹോൾഡേഴ്സ് സെക്രട്ടേറിയറ്റ് മുന്നിൽ തലമുണ്ടലം ചെയ്തും ആത്മഹത്യയ്ക്ക് ഒരുങ്ങിയും മുട്ടിലെഴയുകയാണ്, സമരം ചെയ്യുകയാണ്. ഇതൊന്നും കാണാതെ കേരളീയം നവകേരള സദസ്സ് മുഖാമുഖം തുടങ്ങിയ PR വർക്കുകൾക്കായി കോടികളാണ് സർക്കാർ പൊടിക്കുന്നത്. മന്ത്രിമന്ദിരം മോടി കൂട്ടാൻ കോടികൾ ചിലവാക്കുന്നതിന് പുറമെ സർക്കാർ മുഖം മിനുക്കാനും അഴിമതി നടത്താനും ധൂർത്തിനും ആർഭാടത്തിനും ഖജനാവിലെ പണം കടത്തിക്കൊണ്ടു പോവുകയാണെന്നും ഇത് അവസാനിപ്പിക്കണമെന്നും കെ സുധാകരൻ ആവശ്യപ്പെട്ടു.